ശശി തരൂരിന്റെ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷത്തിനെതിരെയാണ് ഇക്കുറി ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത്. പാർലമെന്റിൽ പ്രതിപക്ഷം ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നാണ് ശശി തരൂർ പറയുന്നത്. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ചോദ്യോത്തരവേളകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. പ്രതിപക്ഷത്തിന് തന്നെയാണ് നഷ്ടമെന്നും ശശി തരൂർ. ഇംഗ്ലീഷ് ദിനപത്രത്തിലാണ് തരൂരിന്റെ ഈ ലേഖനം വന്നിരിക്കുന്നത്. സജു വിവരങ്ങൾ നൽകും. സജു, തുടർച്ചയായി കോൺഗ്രസിനെ അടക്കം പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങളാണ് തരൂരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇക്കുറി അതിന് മാറ്റമില്ല. എവിടെയാണ് എപ്പോഴാണ് ഈ ഒരു പരാമർശം നടത്തിയത്? ജിൽസി, ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലാണ് ശശി തരൂർ വീണ്ടും പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. മുൻപ് സമാനമായ രീതിയിൽ കോൺഗ്രസ് പാർട്ടിയെ വെട്ടിലാക്കുന്ന പല പരാമർശങ്ങളും കോൺഗ്രസിന്റെ മുതിർന്ന അംഗമായിരിക്കുന്ന ശശി തരൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രവർത്തക സമിതി അംഗം കൂടിയായിരിക്കുന്ന ശശി തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം ഈ വ്യാഖ്യാനങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലും യാതൊരു തരത്തിലും കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരോ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ പ്രതികരിക്കാത്ത ഒരു നിലയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും അദ്ദേഹം തുടരുകയാണ്. ഇന്ന് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് പാർലമെന്റിൽ പ്രതിപക്ഷം തങ്ങളുടെ ഉത്തരവാദിത്തം മറന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് വിവിധ ബില്ലുകളടക്കം ഒരു ചർച്ചയും കൂടാതെയാണ് പാസ്സാക്കുന്നത്. അതായത് UPA കാലഘട്ടത്തിൽ BJP എങ്ങനെയായിരുന്നു അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ സഭയിലേക്ക് വരുന്ന അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ അവർ മറന്നുപോയിരിക്കുകയാണ്. കൃത്യമായിട്ട് പാർലമെന്റിൽ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷം നിലകൊള്ളേണ്ടത് അതെന്ന് അവർ മറക്കുന്നു എന്നാണ് ഇപ്പോൾ ശശി തരൂർ വലിയൊരു വിമർശനം ഉയർത്തിയിരിക്കുന്നത്. ചോദ്യോത്തര വേളകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ലെന്നും UPA കാലത്തെ BJP പെരുമാറുന്നത് പോലെയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പെരുമാറുന്നുള്ള വിമർശനം കൂടിയാണ് ഇപ്പോൾ തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി സഭയിൽ എത്താത്ത അടക്കമുള്ള വിഷയങ്ങളിൽ തരൂര് വലിയ വിമർശനങ്ങൾ ഈ ലേഖനത്തിൽ ഉയർത്തുന്നതോടൊപ്പം തന്നെ കൂടിയാലോചനകളും ചർച്ചകളും ഇല്ലാതെ ധൃതി പിടിച്ച് ബില്ലുകൾ പാസ്സാക്കുന്നതിലും യാതൊരു തരത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രശ്നങ്ങളോ ഉണ്ടാകുന്നില്ല. അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് വിവിധ ബില്ലുകളാണ് കഴിഞ്ഞ സഭാ കാലയളവിലും ഈ സഭാ കാലയളവിലും പാർലമെന്റിൽ പാസ്സാക്കാൻ വേണ്ടിയിരിക്കുന്നത്. ഈ സഭാ കാലയളവിൽ 13 ബില്ലുകളാണ് പാസ്സാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ട് ചർച്ചകൾ കൂടാതെ ബില്ലുകൾ പാസ്സാക്കുന്നത് വലിയ തോതിൽ ജനാധിപത്യ ധ്വംസനത്തിലേക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെയും കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും കൃത്യമായി പാർലമെന്റിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണമെന്നാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ വ്യക്തമാക്കുന്നത്. നേരത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കെതിരെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ ഈ കുടുംബാധിപത്യത്തിനെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ദിരാഗാന്ധിക്കെതിരെ പോലും വലിയ തരൂരിന്റെ തുടർച്ചയായ പരാമർശങ്ങൾ കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് നൽകിയിരുന്നത് സജു. ഇനിയിപ്പോൾ